ഹരി ഓം. ഹരി ഓം. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെയുള്ള യാത്രയിലാണ്. കഴിഞ്ഞ ദിവസം 6-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു. ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഗീതാധ്യാനം. ഗീതാധ്യാനത്തിലെ അതിപ്രധാനമായ ഒരു ശ്ലോകമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണ്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്തം ദുഗ്ധം ഗീതാമൃതം മഹേത്. ഓർമ്മപ്പെടുത്തുന്നു, സർവ ഉപനിഷത്തുകളുടെയും സാരാംശമായ പശു. സർവോപനിഷദോ ഗാവോ, സർവ ഉപനിഷത്തുകളുടെയും സാരാംശമായ പശു. കറവക്കാരനോ ദോഗ്ധ ഗോപാലനന്ദന, കറവക്കാരൻ ഗോപാലനന്ദനൻ. പിന്നോ സുധി പാർത്ഥോ വത്സ, പാർത്ഥനാകുന്ന കിടാവ്. പശുവിനെ കറക്കണമെങ്കിൽ ഒരു കിടാവ് ആവശ്യമാണ്. പാർത്ഥനാകുന്ന കിടാവ്. സുധീർഭോക്ത, ബുദ്ധിമാന്മാരായ ഉപഭോക്താക്കൾ. ദുഗ്ധം, ഗീതാമൃതം. അതിൽ നിന്ന് കിട്ടുന്ന പാലെന്താണ്? ഗീതാമൃതം, അമൃതമാകുന്ന ഗീത, ഭഗവത്ഗീത. അങ്ങനെ മഹത്തായ ഒരു ഗ്രന്ഥത്തിലൂടെയുള്ള യാത്രയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ ആദ്യത്തെ അധ്യായത്തിലെ അർജുന വിഷാദയോഗം എന്ന അധ്യായത്തിലെ 6 ശ്ലോകങ്ങളെ വരെ വിലയിരുത്തി. കുറേ സൈന്യാധിപന്മാരുടെ കാര്യമൊക്കെ ദുര്യോധനൻ ദ്രോണരെ പറഞ്ഞു കേൾപ്പിച്ചു. ദ്രോണരെയാണ് പറഞ്ഞു കേൾപ്പിച്ചത്, ദ്രോണാചാര്യരെയാണ് പറഞ്ഞു കേൾപ്പിച്ചത്, തൻ്റെ മുത്തച്ഛനെയല്ല. അത് ആരൊക്കെയാണ് നമ്മൾ കണ്ടു. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ. ആയോധനകലയിൽ ദ്രോണാചാര്യർക്കുള്ള പാടവം ഓർക്കുമ്പോൾ ദൃഷ്ടദ്യുമ്നനെ ഒരു മികച്ച പോരാളിയായിട്ട് കാണാൻ പറ്റില്ല നമ്മൾ പറഞ്ഞാണ്. പക്ഷേ ദ്രോണാചാര്യരെ സംബന്ധിച്ചിടത്തോളം എന്ന് ഓർത്തു വയ്ക്കേണ്ട കഥാപാത്രമാണ് ദൃഷ്ടദ്യുമ്നൻ. കാരണം ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടി ഉണ്ടായ പുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ. അത് ഓർത്തു വയ്ക്കുക. പിന്നെ ആ സൈന്യത്തിൽ ദൃഷ്ടകേതുണ്ട്, ചേകിദാനനുണ്ട്, വീര്യവാനായ കാശിരാജാവുണ്ട്, പൂർജിത്തുണ്ട്, കുന്തിഭോജനുണ്ട്, ശൈബ്യനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വീരനായകന്മാരൊക്കെ ആ സേനയിലുണ്ട്. അതുമാത്രമല്ല, പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമോജസ്, സുഭദ്രാപുത്രനായ അഭിമന്യു, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിൽ ഒരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാരാണെന്ന് കൂടി ദുര്യോധനൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു ആ ശ്ലോകത്തിൽ. ദ്രോണാചാര്യരോടാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പിന്നെ അദ്ദേഹം സ്വന്തം സേനയെ വിലയിരുത്തുകയാണോ എന്നൊരു സംശയം. എന്താണ്? അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ബ്രവീമിതേ എന്ന് പറഞ്ഞാൽ അറിയുക എന്ന് വേണേൽ പറയാം. ഞാൻ പറയാം. അതെ, ഞാൻ പറഞ്ഞാൽ അറിയാം. എന്താണ്? അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ദ്വിജോത്തമ, ബ്രാഹ്മണ ശ്രേഷ്ഠ. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കും നമുക്കില്ലേ. യുദ്ധരംഗത്തൊരു ബ്രാഹ്മണനോ? ക്ഷത്രിയർക്ക് അവകാശപ്പെട്ട കർമ്മമല്ലേ യുദ്ധരംഗം. അവിടെ എങ്ങനെ ബ്രാഹ്മണൻ വന്നു? ദ്രോണാചാര്യ ബ്രാഹ്മണനാണ്, ശുദ്ധ ബ്രാഹ്മണനാണ്. പക്ഷെ അത് യോദ്ധാവാണ്. യോദ്ധാവ് ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കുന്ന യോദ്ധാവ് ക്ഷത്രിയനാണ്.
ബ്രാഹ്മണധർമ്മം അനുഷ്ഠിക്കുന്ന ക്ഷത്രിയൻ ബ്രാഹ്മണനുമാണ്, യാതൊരു സംശയവുമില്ല. ഭാരതം പണ്ടും അങ്ങനെയായിരുന്നു. ജന്മത്തിലൂടെ അല്ല ദ്വിജത്വം, നേടിയെടുക്കുന്നതാണ് ദ്വിജത്വം. അറിവിലൂടെ നേടിയെടുക്കുന്നതാണ് ദ്വിജത്വം. ഇവിടെ എന്താ പറഞ്ഞേ? ദ്വിജോത്തമ ബ്രാഹ്മണശ്രേഷ്ഠ അസ്മാകം തു, നമ്മുടെ വിശിഷ്ട പ്രമുഖന്മാർ. നമ്മുടെ പ്രമുഖന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം. ഏവരോ മമ സൈന്യസ്യ, എൻ്റെ സൈന്യത്തിൻ്റെ നായകന്മാർ, താൻ അവരെ, തേ അങ്ങയ്ക്ക്, സംജ്ഞാർത്ഥം അറിയാൻ വേണ്ടി, ബ്രവീമി ഞാൻ പറയാം, താൻ അവരെ, നിബോധ അറിയുക. നിബോധ എന്ന വാക്കാണ് അറിയുക. ബ്രാഹ്മണോത്തമ തൻ്റെ സൈന്യാധിപനെ ബ്രാഹ്മണോത്തമ എന്ന് ചൊല്ലി വിളിക്കുന്നു. സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം, നമ്മുടെ അല്ലേ. ഇതാണ് ആ പ്രഥമ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് ദുര്യോധനൻ തുടരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതേ ശ്ലോകം അസ്മാകം തു വിശിഷ്ടായേ തന്നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഇതാണ് നമുക്ക് ഭവാൻ എന്ന് വെച്ചാൽ ഭവാൻ. ദ്രോണാചാര്യോട് പറഞ്ഞ അങ്ങ്, ഭീഷ്മഃ ച കർണഃ ച കൃപഃ ച സമിതിം ജയ അശ്വത്ഥാമ വികർണഃ ച സൗമദത്തിഃ തഥൈവ ച. ഇതാണ് അതിൻ്റെ പദച്ഛേദനം. ഒന്നുകൂടി നോക്കിക്കോളൂ. ഭവാൻ, ഭീഷ്മഃ ച കർണഃ ച കൃപഃ ച സമിതിം ജയ അശ്വത്ഥാമ വികർണഃ ച സൗമദത്തി തഥൈവ ച. നമ്മുടെ സൈന്യത്തിലെ പ്രധാനമുള്ളവർ ആരാണ് നോക്കൂ. ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കിയോളൂ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. എന്താണ് അതിൻ്റെ അന്വയാർത്ഥം കൂടി നോക്കിക്കോളൂ. ഭവാൻ അങ്ങുണ്ട്, ഭീഷ്മഃ ച ഭീഷ്മ പിതാമഹനുണ്ട്, കർണഃ ച മഹായോദ്ധാവായ കർണനുണ്ട്, കൃപഃ ച കൃപാചാര്യരുണ്ട്, സമതിം ജയ എന്നും പോരിൽ ജയിക്കുന്ന, സമതിം ജയ എന്നും പോരിൽ ജയിക്കുന്ന അശ്വത്ഥാമാവും അങ്ങയുടെ പുത്രനായതുകൊണ്ടായിരിക്കും അല്ലേ. ദ്രോണപുത്രനായതുകൊണ്ടായിരിക്കണം ഒരു പുകഴ്ത്തൽ, എല്ലാ യുദ്ധത്തിലും ജയിക്കുന്നവൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ. വികർണഃ ച വികർണനെ എടുത്തു പറയാനുള്ള കാരണം ദുര്യോധനാദികളിലെ മഹായോദ്ധാവാണ് വികർണൻ. പക്ഷേ സത്യസന്ധനാണ്, ഒരു തെറ്റിനും അദ്ദേഹം കൂട്ടുനിൽക്കാറില്ല എന്നുള്ളത് പലപ്പോഴും നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ കഴിയും. സോമദത്തിൻ്റെ പുത്രനും തഥൈവച അങ്ങനെ തന്നെ. സോമദത്തിൻ്റെ പുത്രനായ ഭൂരിശ്രവസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വപക്ഷത്തുള്ള യോദ്ധാക്കളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തൻ്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും നമ്മുടെ സേനയിലുണ്ട്. സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണിപ്പറയുകയാണ്. യുദ്ധത്തിൽ തോൽവിയില്ലാത്തവരാണ് ആ വീരന്മാരെന്നുകൂടി ദുര്യോധനൻ പറയുന്നത്. ആത്മവിശ്വാസക്കുറവാണോ കൂടുതലാണോ അറിയില്ല, പക്ഷെ കുറവാകാനേ വഴിയുള്ളൂ ഇല്ലേ. എടുത്തെടുത്ത് വീണ്ടും പറയുന്ന പോലെ വികർണൻ ദുര്യോധനൻ്റെ സഹോദരനാണ്, അശ്വത്ഥാമാവ് ദ്രോണാചാര്യരുടെ പുത്രനാണ്, സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബാഹ്ലീക രാജാവിൻ്റെ മകനാണ്, ബാഹ്ലീക രാജാവായ സോമദത്തൻ്റെ പുത്രനാണ് ഈ ഭൂരിശ്രവസ്.
പിന്നെ പാണ്ഡുവുമായുള്ള വിവാഹത്തിനു മുമ്പ് കുന്തിക്ക് പിറന്ന പുത്രനാകയാൽ അർജുനൻ്റെ ഭ്രാതാവാണ് കർണൻ. ദ്രോണാചാര്യരാകട്ടെ കൃപാചാര്യരുടെ സഹോദരി ഭർത്താവാണ്. കൃപാചാര്യരുടെ സഹോദരിയാണ് ദ്രോണാചാര്യ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇത്രയും പേര് നമ്മുടെ സൈന്യത്തിൽ നമുക്ക് വേണ്ടി നിലകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഇനിയും അങ്ങോട്ട് തുടർന്നും പറയാനുണ്ട്. അന്യേച ബഹവ ശൂര മദർത്ഥേ തെക്തജീവിതാഹ നാനാശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരദ. ഏറെ പറയാനുള്ള കാര്യമാണ്. അന്യേ ച ബഹവ ശൂര മദർത്ഥേ തെക്തജീവിതാഹ നാനാശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരദാഹ. ഞാൻ അല്പം സ്പീഡിൽ പോകുന്ന, നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പം ഈ ശ്ലോകങ്ങൾ അതിൻ്റേതായ രീതിയിൽ അർജുന വിഷാദയോഗം നമുക്ക് പെട്ടെന്ന് അങ്ങ് പഠിച്ചു നിർത്തി കഴിഞ്ഞാൽ അടുത്ത സാഖ്യയോഗം കർമ്മയോഗം പോലെയുള്ള മഹാകാര്യങ്ങൾ നമുക്ക് ഒത്തിരി ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഈ തൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് പോകട്ടെ. അന്യേജ ബഹവശൂര മദർത്ഥേ തെക്തജീവിതാഹ നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ. അന്യേജ മറ്റു പലരും, ബഹവ അനേകം, മറ്റു പലരും അനേകം പേര്, ശൂര ശൂരന്മാർ, മദർത്ഥേ എനിക്കായിക്കൊണ്ട്, തെക്തജീവിതാഹ ജീവൻ ത്യജിക്കാനൊരുങ്ങി. കൃഷ്ണ അല്ലേ? നാനാശസ്ത്രപ്രഹരണാഹ പലവിധത്തുള്ള ആയുധങ്ങളുമായി ഭവിക്കുന്നു. സർവേ എല്ലാവരും യുദ്ധവിശാരദാഹ യുദ്ധത്തിൽ നിപുണന്മാരാകുന്നു എന്നുകൂടി എടുത്തു പറയുകയാണ്. ദുര്യോധന പക്ഷത്തെ സേനയൊന്ന് ദുര്യോധനൻ തന്നെ വിലയിരുത്തുകയാണ്. എല്ലാവരും വിജയിക്കുന്ന, ഇന്നേ വരെ പരാജയം അറിയാത്തവരാണെന്നാണ് പറയും അല്ലേ? അങ്ങനെയുള്ളവരാണ്, എല്ലാവരും യുദ്ധവിശാരദന്മാരാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ദുര്യോധനൻ. ദുര്യോധനൻ്റെ ആത്മവിശ്വാസം കുറച്ചൊന്നും അല്ല, ആത്മവിശ്വാസക്കുറവും അത്ര തന്നെയുണ്ട്. കാരണം ശരിക്കും പരിപാലിക്കപ്പെട്ടവരല്ല ഈ കുട്ടികൾ, അവരുടെ കുറ്റമല്ല. അവരുടെ അച്ഛൻ അന്ധനായിരുന്നു, അമ്മ പാതിവൃത്യം അനുഷ്ഠിക്കാനെന്ന പേരിൽ സ്വന്തം കണ്ണും മൂടിക്കെട്ടി. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് കുട്ടികൾ, ഈ കുട്ടി 101 പേരും, ഇവർ രണ്ടുപേരും ഇങ്ങനെ ആയതുകൊണ്ട് 101 മക്കളും ഒരു വിധത്തിലല്ല ഒരു വിധത്തിൽ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരായോ എന്തോ. കാരണം അമ്മയിൽ നിന്നാണ് ആത്മവിശ്വാസമൊക്കെ നേടിയെടുക്കേണ്ടത്. നമ്മൾ പാണ്ഡവരുടെ കഥയിലേക്ക് പോയാൽ ഒരമ്മ മക്കളെ എങ്ങനെ കർമ്മധീരന്മാരാക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആ 3 ശ്ലോകങ്ങളും ഒരിക്കൽ കൂടി നോക്കാം. അസ്മാകം തു വിശിഷ്ടായേ താന്നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമധിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച അന്യേ ച ബഹവ ശൂര മദർത്ഥേ തെക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. അനേക പ്രകാരത്തിലുള്ള വൈദഗ്ധ്യമുള്ള അസ്ത്രങ്ങൾ ധരിച്ചവരായ ഇവര്, യുദ്ധവിശാരദന്മാരായ ഇവര്, മഹായോദ്ധാക്കളായ ഇവര് എനിക്ക് വേണ്ടി തെക്ത ജീവിതാഹ ജീവൻ ത്യജിക്കാൻ തയ്യാറായി വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജീവൻ പോകും എന്ന കാര്യത്തിൽ ദുര്യോധനന് തർക്കമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എനിക്ക് വേണ്ടി മരിക്കാൻ വന്നു നിൽക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആ ശ്ലോകം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും തുടരാം. ഹരി ഓം.